വാർത്തകൾ വിശദമായി. ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച പ്രതി അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസ് റിമാൻഡിൽ. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയാണ് ബെയ്ലിൻ ദാസിനെ ഈ മാസം 27 വരെ റിമാൻഡ് ചെയ്തത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ബെയ്ലിൻ ദാസിനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. അതേസമയം ബെയ്ലിന്റെ ജാമ്യ ഹർജി വിധി പറയുന്നത് കോടതി നാളത്തേക്ക് മാറ്റി. ഗൗരവമായ കുറ്റകൃത്യമാണ് ബെയ്ലിൻ ദാസ് നടത്തിയിരിക്കുന്നതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ പ്രകോപനമുണ്ടാക്കിയത് യുവ അഭിഭാഷകയാണെന്നും ബെയ്ലിൻ ദാസിന് ജാമ്യം അനുവദിക്കണമെന്നും പ്രതിഭാഗം വാദിച്ചു. ജാമ്യ ഹർജിയിൽ പ്രാഥമിക വാദമാണ് ഇന്ന് മജിസ്ട്രേറ്റ് കോടതി കേട്ടത്. ജാമ്യ ഹർജിയിൽ വിധി വരുന്നതുവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് റിമാൻഡ് ചെയ്യുകയായിരുന്നു. 2 ജൂനിയർ അഭിഭാഷകർ തമ്മിലുണ്ടായ പ്രശ്നത്തിൽ താൻ ഇടപെട്ടുവെന്നും പ്രശ്നത്തിൽ തന്നെ വലിച്ചിഴയ്ക്കുകയായിരുന്നുവെന്നും ബെയ്ലിൻ പറഞ്ഞു. അതിനിടയിലുണ്ടായ സംഭവത്തെ പർവ്വതീകരിച്ചു. തീർത്തും ഓഫീസ് സംബന്ധമായ പ്രശ്നം മാത്രമാണെന്നും പ്രതിവാദിച്ചു. സ്ത്രീത്വത്തെ അപമാനിക്കണമെന്ന ഉദ്ദേശം തനിക്കുണ്ടായിരുന്നില്ല. അഡ്വക്കേറ്റ് ഷാമിലിയെ താക്കീത് ചെയ്യണമെന്ന് മറ്റൊരു അഭിഭാഷക ആവശ്യപ്പെട്ടിരുന്നുവെന്നും ബെയ്ലിൻ പറഞ്ഞു. അതേസമയം ബെയ്ലിൻ നിയമത്തെക്കുറിച്ച് വ്യക്തമായ അറിവുള്ള പ്രതിയാണെന്നും ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. റിമാൻഡ് ചെയ്ത ബെയ്ലിനെ തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയി. കോടതിയുടെ തീരുമാനത്തിൽ സന്തോഷമുണ്ടെന്ന് അഡ്വക്കേറ്റ് ഷാമിലി പ്രതികരിച്ചു. അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസിനെ കോടതിയിലെത്തിച്ചപ്പോൾ അഭിഭാഷകരുടെ നീണ്ട നിര കോടതിക്ക് പുറത്തുണ്ടായിരുന്നു. വൻ പോലീസ് സന്നാഹമാണ് കോടതി പരിസരത്ത് ഒരുക്കിയിരുന്നത്. രാവിലെ 11ഓടെയാണ് ബെയ്ലിൻ ദാസിനെ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോടതിയിലെത്തിച്ചത്. ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ കോടതിയിലെത്തിയിരുന്നു. ഇന്നലെ രാത്രി 7 മണിയോടെ ഓൾട്ടോ കാറിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് ഡാൻസ് ഓഫ് സംഘവും തുമ്പ പോലീസും ചേർന്ന് ബെയ്ലിൻ ദാസിനെ പിടികൂടിയത്. സഹോദരന്റെ വണ്ടിയിൽ സഞ്ചരിക്കുമ്പോഴാണ് പിടിയിലായത്. അതേസമയം ബെയ്ലിൻ ദാസിനെ അറസ്റ്റ് ചെയ്തതോടെ തനിക്ക് നീതി ലഭിച്ചുവെന്ന് അഡ്വക്കേറ്റ് ഷാമിലി മാധ്യമങ്ങളോട് പ്രതികരിച്ചു.